ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരം, സ്വാതന്ത്ര്യമുള്ള പൂരം. ഇതിൻ്റെ ആസ്വാദകർക്ക്, ഇതിൻ്റെ പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള, അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള ഒരു പൂരം, അതിൻ്റെ പുനഃസ്ഥാപനം എന്ന് തന്നെ വിചാരിച്ചോളൂ. പക്ഷെ അത് നവസ്ഥാപനമായിരിക്കും. എല്ലാം ഞാനതാ പറഞ്ഞു കഴിഞ്ഞു. ഓരോ പാർട്ടിക്കിളായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് പറഞ്ഞു. അതിനൊരു ജിയോയുടെ ആവശ്യമുള്ളൂ. അത് MLA ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2022 വിന്റർ സെഷനിൽ വനം പരിസ്ഥിതി വകുപ്പിൻ്റെ അമെൻമെൻ്റ് എന്താണെന്ന് പഠിക്കും. ആ അമെൻമെൻ്റ് ആര് തടഞ്ഞു എന്നും പഠിക്കും. അതെന്തിനു വേണ്ടി, ആർക്കൊക്കെ വേണ്ടി തടഞ്ഞു എന്നും പരിശോധിക്കും. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റദ്ദ് ചെയ്തതും പഠിക്കും. അതിന്ന് നിലവിലുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കും. അതിനി നടപ്പിലാക്കേണ്ടത് സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയായതുകൊണ്ട് അതിനകത്ത് പല എലമെൻസും കൺകറൻറ്റ് ലിസ്റ്റിലും ഉള്ളതാണ്. അതുകൊണ്ട് അതിനൊരു ജിയോ ആരിറക്കണം, ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇറക്കി. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, അസമിൽ ഇത് അവർ തുടങ്ങിക്കഴിഞ്ഞു. ബീഹാറിൽ തുടങ്ങാൻ പോകുന്നു പഴയ സോൻപൂർ മേള. ഇതിൽ കൂടുതൽ ഞാൻ പറയാൻ പാടില്ല.